ചൈനക്ക് ഈ GPU ഇറക്കുമതി അവർക്ക് ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് അമേരിക്കയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇന്ത്യക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഇന്ത്യക്ക് മാത്രമല്ല, പൊട്ടൻഷ്യലായിട്ട് ആരൊക്കെയാണ് മാർക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലെങ്കിൽ സാധ്യതയുള്ള ആൾ, അവർക്കൊക്കെ അമേരിക്ക ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. അത് അവരുടെ വിജയമാണ്. അതെ, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിലും ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ ചൈനയിൽ നിന്നുണ്ടാകുന്നു. ഇതിപ്പോൾ പുറത്തു വന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഇങ്ങനെയുള്ള പല ഇനി ആ രാജ്യത്തിൻ്റെ സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പുതിയ കാല കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരെ ഡീപ് സീക്കിന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ വരെ പ്രതികരണം നടത്തുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഒരു നിയമമാറ്റത്തിന് തയ്യാറാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവിടെ ചൈനയിലെയും ഇന്ത്യയിലെയും കൂടുതൽ ബുദ്ധിജീവികളെ ഇനിയും വിലക്കെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ മാറ്റം പ്രതീക്ഷിച്ചുകൂടെ? സ്വാഭാവികമായിട്ടും സിലിക്കൺ വാലിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബുദ്ധിജീവികളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അതിലുള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് ചൈന അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന പ്രോഡക്റ്റ് വാങ്ങി ഈ പറയുന്ന ഡീപ് സീക്ക് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. കാരണം വെച്ചാൽ അമേരിക്ക എപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങളൊരു ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് എന്നുള്ളൊരു ഫീൽ അവർ കൊടുക്കുന്നുണ്ട്. ചൈന അങ്ങനെയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രതിഭകളെ ആകർഷിക്കാനും അവരെ കൊണ്ടുവരാനും അവരുടെ ശേഷി ഉപയോഗിക്കാനും ഒക്കെയുള്ള കൂടുതൽ സൗകര്യം അമേരിക്കയ്ക്കുണ്ട്, ചൈനയ്ക്ക് അതില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് ഈ എന്താ പറയുക, മത്സരത്തിൻ്റെ ഒരു എലിമെൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ഷനോ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനോ ഇത് രണ്ട് എലിമെൻ്റുള്ള ചൈന എപ്പോഴും ശ്രമിക്കുന്നത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. എന്തും വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്ത് കമ്പോളത്തിലേക്ക് നിക്ഷേപിക്കുക അല്ലെങ്കിൽ കമ്പോളത്തെ കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ള പണിയാണ് ചൈന കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരുപക്ഷെ അവർ മാറിയേക്കാം. കൂടുതൽ പുതിയ സംഗതികളിലേക്ക് ഇൻവെൻറ്റ് ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ മാറിയേക്കാം. ഇപ്പോൾ തന്നെ മാറുന്നുണ്ടാവും ഒരുപക്ഷെ, നമുക്കറിയില്ല. നമ്മളുടെ മുമ്പിൽ അതിന് ഡാറ്റകളില്ല. ഇപ്പുറത്താണെങ്കിൽ നമ്മളുടെ മുമ്പിലേക്ക് ഇൻഫർമേഷൻ വരുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ അതിലേക്ക് മാറിയേക്കാം. അങ്ങനെ മാറുന്നൊരു ഘട്ടം വരികയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക $500 ബില്യൺ നിക്ഷേപം, സാം ഓൾട്ട്മാൻ, എലോൺ മസ്ക് ഇവരുടെ പ്രഖ്യാപനങ്ങൾ, ഇതൊന്നും വിലപ്പോവാത്തൊരു സിറ്റുവേഷൻ വരും. അതിന് വലിയ കാലമൊന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.